നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കൂടെ ബെന്നീസ് റോയൽ ടൂൾസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ബെന്നി ഉണ്ട്. പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ബെന്നിയുടെ കൂടെ 2 പുതുമുഖങ്ങളുണ്ട്. ഒന്ന് ബെന്നിയുടെ മകൻ ആബൽ, മറ്റൊന്ന് ബെന്നി പുതുതായിട്ട് വാങ്ങിച്ച റേഞ്ച് റോവർ വേലാർ. അപ്പോൾ എന്താണ്, എല്ലാവരും ബ്ലാക്ക് ഉടുപ്പൊക്കെ ഇട്ട് ഒരേപോലെ യൂണിഫോമിൽ വന്നിരിക്കുകയാണ്. കുറച്ച് കാലമായുള്ളൂ ബെന്നി തരുത്തിട്ട്. ബെന്നിയുടെ ഈ വാഹനം കാണിക്കുകയല്ല കേട്ടോ നമ്മുടെ ഉദ്ദേശം. ബെന്നിയുടെ ഏറ്റവും പുതിയ ട്രാൻസ് സൈബീരിയൻ യാത്രയെ പറ്റി പറയുകയാണ്. എങ്കിലും ഗംഭീരമായ ബ്ലാക്ക് നിറത്ത് കിടക്കുന്ന വെല്ലാർ കണ്ടപ്പോൾ ഒന്ന് പരിചയപ്പെടുന്നെന്ന് എനിക്ക് തോന്നി. പക്ഷെ ബെന്നി അല്ല സ്ഥിരമായിട്ട് ഓടിക്കുന്നത്, ആബിലാണ്. എങ്ങനെ വില വണ്ടി? റെക്കമെൻഡ് ചെയ്തതല്ലേ? കൊള്ളാം. അതുകൊണ്ടാണ് നന്നായത്. അതോ അല്ലല്ലോ, ഗംഭീര വണ്ടി കേട്ടോ വേലാർ. ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട്, നമ്മുടെ ഈ റേഞ്ച് റോവർ സ്പോർട്ടിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ എന്താണ്, അതിൻ്റെ വലിപ്പമുണ്ട് അല്ലേ, അതിൻ്റെ കംഫർട്ട് ലെവലുണ്ട്, എല്ലാം ഉണ്ട്. ഉഗ്രൻ വണ്ടിയാണ്. ഒത്തിരി പോയോ? ലോങ് ട്രിപ്പൊക്കെ പോയോ? അധികം പോയില്ല. പിന്നെ ഇവിടെ ട്രാഫിക്കിൽ ഓടിക്കാനാണ് ഇത്തിരി. ബെന്നി തന്നു വിടുന്നുണ്ടോ? ഉണ്ടോ? കോളേജിലൊക്കെ കൊണ്ടുപോയോ? അറിയാണ്ടൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും വേലാറിലുള്ള യാത്രകളൊക്കെ അഭംഗുരം തുടരട്ടെ. ഇതൊന്നും അല്ല, ഇതിനപ്പുറത്തേക്കുള്ള സാധനമൊക്കെ വരണം കേട്ടോ. അപ്പൊ എന്താ ആബില് പഠിച്ചൊക്കെ കഴിഞ്ഞോ? ബിആർ ഫൈനൽ ഇയർ. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അപ്പൊ ഞങ്ങൾ ഇനി ട്രാൻസ് സൈബീരിയയിലേക്ക് പ്രവേശിക്കട്ടെ. ഓക്കെ. അപ്പൊ ബെന്നി, അപ്പോൾ ഗംഭീര യാത്രയാണ് ബെന്നിയുടെ പുതുതായിട്ട് വരാൻ പോകുന്നത്. ട്രാൻസ് സൈബീരിയ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഗംഭീരമായൊരു ട്രെയിൻ യാത്രയാണ്. അതോടൊപ്പം തന്നെ അതിൽ എത്തുന്ന സ്ഥലം എന്ന് പറയുന്നത് സൈബീരിയ, റഷ്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏറ്റവും എന്താ പറയുക ദൂരെയുള്ളൊരു സ്ഥലമാണ്. പല ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന സ്ഥലമാണ്. അങ്ങനെ സൈബീരിയ ഉണ്ട്. കൂടാതെ മംഗോളിയ എന്ന് പറയുന്ന പൊതുവെ ആരും അങ്ങനെ പോകാത്ത ഒരു ഡെസ്റ്റിനേഷനാണ്. പക്ഷേ എനിക്ക് തോന്നിയിരിക്കുന്ന ഭൂട്ടാൻ പോലെ ഒരു എത്തിനിസിറ്റി ഉള്ള ഒരു രാജ്യമാണ് അത്. കൂടാതെ ഹോങ്കോങ്, നൊമാഡിക് ട്രൈബ് ഒക്കെ ഉള്ള സ്ഥലം. പിന്നെ ഹോങ്കോങ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഗംഭീരമായ സിറ്റി. ഞാൻ പലപ്പോഴും എഴുതിയിട്ടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുള്ള വലിയ സിറ്റികൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിറ്റി ഹോങ്കോങ് ആണ്. അത്രയും മനോഹരമാണ് അല്ലേ, വെരി വെൽ പ്ലാൻഡ് സിറ്റി. അത് കൗലോൺ എന്ന് പറയുന്ന ഒരു സ്ഥലവും ഒരു പ്രദേശവും, അതുപോലെ ഹോങ്കോങ്ങും രണ്ടും ഒരു പുഴയുടെ അക്കരെ ഇക്കരെ നിൽക്കുന്ന ഒരു ഗംഭീരമായ സിറ്റി. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ആ യാത്രയിലുള്ളത്. നമുക്കപ്പോൾ അതുപോലെ നടക്കാം അല്ലേ? പിന്നെ നടപ്പാണല്ലോ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ അല്ലേ? അപ്പോൾ എന്താണ് ബെന്നി, എന്തൊക്കെയാണ് യാത്രയുടെ വിശേഷങ്ങൾ? ലോകത്തില് നമ്മൾ വളരെ യുണീക്ക് ആയിട്ടുള്ള ഐറ്റിനറികളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയ്യോ, അത് പറഞ്ഞപ്പോഴാണ് ഞാനിപ്പോൾ 4 ദിവസമേ ഉള്ളൂ ബെന്നിയുടെ സൗത്ത് അമേരിക്കൻ യാത്ര കഴിഞ്ഞ് വന്നിട്ട്. നമ്മൾ തുടങ്ങിയത് ബ്രസീൽ, അർജന്റീന, പെറു, പരാഗ്വേ, ചിലി, പിന്നെ ഏതായിരുന്നു ഇത് കഴിഞ്ഞിട്ട് പരാഗ്വേ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലാസ്റ്റ് കൊളംബിയ. ഇത്രയായിരുന്നു 6 ദിവസത്തെ ഗംഭീരമായ യാത്ര. ശരിക്കും പറഞ്ഞാൽ അത് ഓരോ രാജ്യങ്ങളും ഒരു മാസം കാണാനുള്ളതുണ്ട്. പക്ഷെ അത് നമ്മളെ കൊണ്ട് എന്തായാലും പോസിബിൾ അല്ലാത്തതുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇഗാസു ഫോൾസ്, ലോകത്തിലെ ഏറ്റവും വലിയ വാട്ടർഫോൾസ്, പിന്നെ ആമസോൺ കാടുകൾ, പറ്റഗോണിയൻ ഗ്ലേസിയർ, പിന്നെ മാച്ചു പിച്ചു, ഇതെല്ലാം കണ്ടിട്ട് വന്നു. താങ്ക് യു കേട്ടോ, ഉഗ്രൻ ട്രിപ്പായിരുന്നു. താങ്ക് യു. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇപ്പം നല്ല ടയറിങ് ജേണിയാണ് തീർച്ചയായിട്ടും. കാരണം അത് അത്രയും വലിയ രാജ്യങ്ങൾ, നമ്മളെപ്പോഴും കുറേ യാത്രകളൊക്കെ ഉണ്ടെങ്കിലും 79 വയസ്സുള്ള ബേബി സാർ എന്ന് പറഞ്ഞ ഒരാളൊക്കെ ഉണ്ട്. അദ്ദേഹമൊക്കെ ചാടി നിൽക്കുമ്പോൾ നമ്മളൊക്കെ അയ്യോ അന്റാർട്ടിക്ക പോയപ്പോഴും ഉണ്ടായിരുന്നു. അതാണ് നമ്മുടെ ഈ മലയാളികളുടെ യാത്രാ സ്നേഹം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും അത്തരത്തിലുള്ള ആൾക്കാരെ കാണുമ്പോൾ. അതും ഇപ്പൊ ലാറ്റിൻ അമേരിക്ക ഇപ്പൊ നമ്മൾ നവംബറിൽ വീണ്ടും ഉണ്ടല്ലേ? അത് ഈ പറഞ്ഞ പോലെ സൗത്ത് അമേരിക്ക നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോയി കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം. കാരണം അത്ര സേഫായ രാജ്യങ്ങളൊന്നുമല്ല ഒറ്റയ്ക്ക് പോകും. പക്ഷേ ഗ്രൂപ്പാണ് ഏറ്റവും ബെസ്റ്റ്. ഫ്ലൈറ്റും കണക്ഷൻസ് എല്ലാം ഭയങ്കര പ്രശ്നമുള്ള സാധനങ്ങളാണ്. അതെല്ലാം കൂടി ഇവർ ചെയ്ത് തരുമ്പോൾ സുഖമുണ്ട് പോകാൻ. അപ്പോൾ ലാറ്റിൻ അമേരിക്ക താല്പര്യമുള്ളവർക്ക് നവംബറിൽ ഇത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത അഡ്വഞ്ചറിൽ നമ്മൾ പോകുന്ന അത് നമ്മൾ ട്രാൻസ് സൈബീരിയൻ മംഗോളിയ. കാരണം ഈ റഷ്യയുടെ ഈ പ്രദേശങ്ങള് വളരെ അധികം ആളുകൾ പോകാത്ത സ്ഥലമാണ്. കാരണമൊന്നുമല്ല, റഷ്യയുടെ 2/3 ഭാഗമായ ഈ സൈബീരിയൻ പ്രദേശം ഏറ്റവും തണുത്തുറഞ്ഞു കിടക്കുന്ന പ്രദേശം. പക്ഷെ ലോകത്തിൽ ഒരുപാട് വണ്ടേഴ്സ് ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. അത് രണ്ടും വേണ്ടതിൽ എക്സ്കവേറ്റ് ചെയ്തിട്ടില്ല. ലോകത്തിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയതും അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ മാർവലും തന്നെയാണ് ഈ ട്രാൻസ് സൈബീരിയൻ. കാരണം ഇത്ര തണുത്ത് -80 വരെ വരുന്നുണ്ട്. ആ സ്ഥലത്തേക്കൊക്കെ ഒരു യാത്ര പോകാന്ന് ഒരു യാത്ര പ്രത്യേകിച്ച് ഒരു ട്രെയിൻ വേണ്ടി സംഘടിപ്പിക്കുക എന്ന് വെച്ചാൽ അത് തന്നെയാണ് റഷ്യയുടെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് മാർവൽ. ആ എഞ്ചിനീയറിംഗ് മാർവലുള്ള ആ ഇതിലെ മോസ്കോ മുതൽ ഉലംബത്താർ വരെയുള്ള റൂട്ടാണ് നമ്മൾ ഈ യാത്രയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തത്. ഉലംബത്താർ എന്ന് വെച്ചാൽ മംഗോളിയ വരെയുള്ള ട്രാൻസ് സൈബീരിയൻ ആണ്. അതിൽ 5 തരം റെയിലുകൾ നമ്മൾ മാറിക്കയറും. ഈ ട്രാൻസ് സൈബീരിയൻ നമുക്കറിയാലോ, ഏകദേശം ഒരു 10,000 കിലോമീറ്റർ താഴെയുള്ള ട്രാൻസ് സൈബീരിയൻ ആണ്. അതിൽ മംഗോളിയ വരെയുള്ള ഒരു 7,000 കിലോമീറ്ററിലുള്ള യാത്രയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരുന്നത്. ശരിക്കും ട്രാൻസ് സൈബീരിയയിൽ 815ഓളം ബ്രിഡ്ജുകൾ തന്നെയുണ്ട്. മനസ്സിലായി? കാരണം അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് മാർവൽ. ഇതിൽ നദികളും തടാകങ്ങളും ഉള്ള ഈ വലിയ ഈ റൂട്ടിലൂടെയാണ്
ലോകത്തിലെ ഏറ്റവും ദുർഘടമായ ഒരു പരിതസ്ഥിതിയിലാണ് ഇങ്ങനെ ഒരു റെയിൽ ഉണ്ടാക്കിയത്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ യാത്ര പോകുന്നത് പക്ഷേ ഇത്ര തണുപ്പുള്ള സമയത്തല്ലല്ലോ. അല്ലല്ല, നമ്മൾ സാധാരണ ഇപ്പോൾ അത് അനവധി ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ഡ്രൈ സീസണിലാണ്. നമ്മുടെ പല സഞ്ചാരികളൊക്കെ പോയിട്ടുണ്ട്. ഡ്രൈ സീസണിൽ പോയി നമ്മുടെ തമിഴ്നാട്ടിൽ കൂടെ പോകുന്ന പ്രതീതിയുള്ളൂ. പക്ഷെ നമ്മൾ തണുപ്പ് കഴിഞ്ഞ് ഐ മീൻ മഞ്ഞുകാലം കഴിഞ്ഞ് സ്പ്രിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള ആ ഒരു ഇടവേളയുണ്ട്. ഏത് മാസമാണത്? ഏപ്രിൽ 2-നാണ് ഈ യാത്ര നമ്മൾ പുറപ്പെടുന്നത്. ആ ഏപ്രിൽ 2-നാണ് നമുക്ക് വിന്റർ കഴിയാറായി. പക്ഷെ മഞ്ഞ് കാണാൻ പറ്റും. പക്ഷെ ദുർഘടമായ മഞ്ഞിന്റെ പരിതസ്ഥിതി നമുക്കില്ല. അതുകൊണ്ടാണ് അതും എടുത്തിരിക്കുന്ന ട്രാൻസൈബിയനിൽ നമ്മൾ ഫസ്റ്റ് ക്ലാസ് കൂപ്പയാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ അത് വേണ്ട രീതിയിലുള്ള നമ്മൾ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടും. നമുക്ക് കിടന്നുറങ്ങാനുള്ള ഫാമിലിക്കുള്ള കിടന്നുറങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഉള്ള അത്യാവശ്യം ഉള്ള ഇത് ലോകത്തിലെ എന്ന് പറയും വളരെ യൂണീക്ക് ആയിട്ടുള്ള ഒരു ട്രെയിനാണ്. കാരണം മറ്റുള്ള സ്ഥലങ്ങളിൽ പോലെ വലിയ പോഷായിട്ടുള്ള ട്രെയിനുകളൊന്നും ഈ സ്ഥലത്ത് നമുക്ക് ഉണ്ടാവില്ല. എങ്കിലും അവിടുത്തെ ഏറ്റവും നല്ല മോഡറേറ്റ് ആയിട്ടുള്ള അത്യാവശ്യം ലക്ഷറി ഉള്ള നല്ല ട്രെയിനാണ്. അപ്പൊ ആ ട്രെയിൻ എക്സ്പീരിയൻസ് തന്നെയാണ് ഏറ്റവും വലിയ എക്സ്പീരിയൻസ്. അതിൽ 5 ട്രെയിനുകളാണ് ഈ ട്രാൻസൈബിയനിൽ ഇതുള്ളത്. യഥാർത്ഥത്തിൽ അറ്റ സ്ട്രെച്ചിൽ നമുക്ക് പോയിട്ട് വരാം. അറ്റ സ്ട്രെച്ചിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല. 14 ദിവസം. അതെ, ഇപ്പൊ നമ്മൾ പോകുന്നതിൽ 9 ദിവസം നമ്മുടെ ഉണ്ട്. അത് അറ്റ സ്ട്രെച്ചിൽ പോയി നമുക്കൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ അതുകൊണ്ട് ഓരോ സ്ഥലങ്ങളിൽ ഇറങ്ങി അടുത്ത ട്രെയിൻ പിടിച്ച് അങ്ങനെയാണ് നമ്മൾ കോമ്പിനേഷൻ. അപ്പൊ ഫസ്റ്റ് ലെഗില് ആദ്യത്തെ ഇപ്പൊ മോസ്കോയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അത് ഏപ്രിൽ 2-നാണ് ഈ യാത്ര പുറപ്പെടുന്നത്. കൊച്ചിയിൽ നിന്ന് എമിറേറ്റ്സിലാണ് നമ്മൾ പോകുന്നത്. അത് നമ്മൾ മോസ്കോ സിറ്റിയിൽ വരണം. അപ്പൊ മോസ്കോയിൽ ഞങ്ങൾ സാധാരണ എല്ലാവരും കാണിക്കുന്ന പോലത്തുള്ള കാഴ്ചകളൊന്നും അല്ല. അതിൽ ഏറ്റവും ഉള്ളത് ന്യൂക്ലിയർ ബങ്കർ സ്റ്റാലിന്റെ അത് നമ്മൾ കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് യഥാർത്ഥത്തിൽ യാത്ര ഉദ്ദേശിക്കുന്നത് മോസ്കോയുടെ സംസ്കാരവും മോസ്കോയുടെ ചരിത്രവും അവരുടെ ഫുഡും എൻജോയ് ചെയ്യാന്ന് വെച്ചാണ് നമ്മളത് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പൊ മോസ്കോയിൽ നമ്മൾ ആദ്യം ഒന്നിറങ്ങി അവിടുത്തെ ഡാൻസും അവരുടെ ബൊഫെ അവരുടെ ഡിന്നറും കൂടി നമ്മളവിടെ ചെലവഴിച്ചു. അന്ന് അതുപോലെ തന്നെ അവിടുത്തെ സിറ്റി ടൂറിൽ ഈ പറഞ്ഞ ബംഗർ ഉൾപ്പെടെ ഇതുവരെ ആരും കാണാത്ത പല സ്ഥലങ്ങളും നമ്മൾ കാണിച്ചുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് സൈബീരിയൻ യാത്ര ആരംഭിക്കുന്നത്. ഫസ്റ്റ് മോസ്കോയിൽ എത്ര ദിവസം ഉണ്ട്? മോസ്കോയിൽ ഒരു ദിവസം നമ്മൾ കൊടുത്തു. ഒരു 2 ഡേയും ഒരു രാത്രിയുമാണ്. അതിനുശേഷമാണ് ഈ ട്രാൻസൈബീരിയൻ ട്രെയിനിൽ ഫസ്റ്റ് നമ്മൾ യാത്ര പുറപ്പെടുന്നത്. അപ്പൊ അതിൽ ആദ്യത്തെ ലെഗ് പോകുന്നത് കസാനിലേക്കാണ്. ഈ കസാൻ എന്ന് നമുക്കറിയാലോ, മറ്റേ ഞാൻ പറഞ്ഞില്ല അനവധി നദികളും അനവധി തടാകങ്ങളും അതിലേറ്റവും പ്രസിദ്ധമായ വോൾഗ നദിയുടെ തീരത്തുള്ള സുന്ദരമായ ഒരു സ്ഥലമാണ് കസാൻ. അത് ശരിക്കും ഒരു ഇസ്ലാം പോപ്പുലേറ്റഡ് ഏരിയ ആണ്. ആകെ അവിടെ കസാൻ ക്രെംലിൻ അങ്ങനെ ഒരുപാട് നല്ല കാഴ്ചകളുണ്ട്. പിന്നെ കസാന്റെ ഈ പറഞ്ഞ വോൾഗ നദിയുടെ കാഴ്ചകൾ അങ്ങനെയുള്ള വിധത്തിൽ ഒരു പകല് മുഴുവനും നമ്മൾ കസാനിൽ മുഴുവനുണ്ട്. കസാനിലെ കാഴ്ചകൾ കണ്ടിട്ടാണ് അടുത്ത ട്രെയിനാണ് സെക്കൻഡ് ട്രാൻസൈബീരിയൻ ട്രെയിനിലാണ് അടുത്ത നെക്സ്റ്റ് സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത്. താമസിക്കും. അത് വളരെ അപ്പൊ അതിന് ശേഷമാണ് നമ്മൾ യെക്കത്തെറിൻബർഗ് പോകുന്നത്. നമുക്കറിയാം ഈ റഷ്യയുടെ സാർ ചക്രവർത്തിമാര് ജീവിച്ചിരുന്ന സ്ഥലങ്ങളാണ് നമ്മൾ ഈ കടന്നു പോകുന്നത്. കൊന്ന സ്ഥലത്തേക്കാണ് അടുത്തത്. ഈ സാർ ചക്രവർത്തിമാരിൽ അതില് നമ്മൾ ഇവാൻ ദ ടെറിബിൾ അവന്റെ സ്ഥലമാണ് കസാൻ. ഇനി അടുത്ത സ്ഥലമാണ് പീറ്റർ ദ ഗ്രേറ്റ്. ആ പീറ്റർ ദ ഗ്രേറ്റിലുള്ള യെക്കത്തെറിൻബർഗ് ആണ് അവസാനത്തെ സാർ ചക്രവർത്തിയായ നിക്കോളാസ് 2-ാമന്റെ സ്ഥലം. അവൻ ആളോടുകൂടി ആ സാർ ചക്രവർത്തിമാരുടെ കാലഘട്ടം കഴിഞ്ഞു എന്നുള്ളത്. അത് ബോൾഷെവിക് റെവല്യൂഷനിലാണ്. ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ട്രാൻസൈബിയൻ പണത് നിക്കോളാസ് അദ്ദേഹത്തിന് 1916 അദ്ദേഹം ഇത് കമ്മീഷൻ ചെയ്തു. അങ്ങനെ റഷ്യയുടെ മുഴുവൻ ഈ സൈബീരിയൻ പ്രദേശവും കാണുന്നതിനുള്ള ലോക സഞ്ചാരികൾക്ക് എല്ലാവർക്കും അവസരം കൊടുക്കുന്ന വിധത്തിൽ ചെയ്ത് അദ്ദേഹം ബോൾഷെവിക് റെവല്യൂഷനിൽ 18 പറഞ്ഞു. അവിടെ ആണ് അദ്ദേഹം ഈ യെക്കത്തെറിൻബർഗിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. ആ സ്ഥലമാണ് ഇന്ന് ഏഷ്യയും യൂറോപ്പും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ഥലം. അത് മാത്രമല്ല സൈബീരിയയുടെ ഒരു ഗേറ്റ് വേ ആണ്. സൈബീരിയ ശരിക്കും ഈ യുറാൾ പർവ്വതനിരയുണ്ട്. യുറാൾ പർവ്വതനിര ഈ സൈബീരിയയുടെ ഗേറ്റ് വേ എന്ന് വെച്ചാൽ ശരിക്കും ന്യൂറോസിബിക്സ് ആണ്. പക്ഷെ ഈ യുറാൾ പർവ്വതനിരയും ആരംഭിക്കുന്നത് ഈ യെക്കത്തെറിൻബർഗിൽ നിന്നാണ്. യുറാൾ പർവ്വതം കടന്ന അടുത്ത് വരുന്നത് ഈ സൈബീരിയനാണ്. അങ്ങനെ ആ യുറാളിന്റെ തീരത്തിന് താഴെയാണ് ഈ പറയുന്ന യെക്കത്തെറിൻബർഗ്. യെക്കത്തെറിൻബർഗിൽ ഒരുപാട് നല്ല കാഴ്ചകളുണ്ട്. ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ ഈ യൂറോ ഏഷ്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ഥലം, അതുപോലെ ഇവരുടെ കാസിൽ, പിന്നെ ബ്ലഡ് ഡോൺ ചർച്ച് എന്ന എന്തു പേരിൽ അദ്ദേഹത്തിന്റെ മ്യൂസിയം ഈ നിക്കോളാസ്. കാരണം ഒരു ചക്രവർത്തി ഒരു യുഗം തന്നെ ആ നിക്കോളാസ് 2-ാമന്റെ കാലത്തോടു കൂടി കഴിഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ
അവരുടെ സ്ഥലവും ആണ് ഈ സാർ ചക്രവർത്തിമാരുടെ മെയിൻ സ്ഥലമാണ്. അതിനുശേഷമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ ട്രാൻസൈബീരിയൻ്റെ ഏറ്റവും പ്രമുഖമായ ഈ നോവോസിബ്രിക്സ് അവിടെയാണ് അതിനെയാണ് ഈ ഗേറ്റ് വേ ഓഫ് സൈബീരിയ എന്ന് പറയുന്നത്. യെക്കറ്റെരിൻബർഗ് വഴിയാണ് ഞങ്ങൾ ലണ്ടനിലേക്ക് ഡ്രൈവ് ചെയ്തു പോയത്. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് സൈബീരിയയിലേക്ക് തിരിഞ്ഞില്ല, നമ്മൾ അവിടെ നേരെ മോസ്കോയിലേക്ക് തന്നെ പോകും. ഈ സൈബീരിയ പ്രദേശം എന്ന് വെച്ചാൽ റഷ്യയുടെ തന്നെ ഏകദേശം മറ്റേ 75% ഈ സൈബീരിയ. അതിൽ 1.3 മില്യൺ ആണ് അതിന്റെ സ്ക്വയർ ഏരിയ തന്നെ. അനേകം യൂണീക്ക് ഏറ്റവും വലിയ വെച്ചാൽ ലോകത്തിലെ ഏറ്റവും അധികം മറ്റേ ഇതുണ്ടല്ലോ, മറ്റേ ഏറ്റവും അധികം ഡയമണ്ട്, ഏറ്റവും അധികം ഓയിൽ റിസർവ്, ഏറ്റവും അധികം ഗോൾഡ്, നാച്ചുറൽ ഗ്യാസ്, ഇതൊക്കെ തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയൊരു നിധി തന്നെയാണ്. പിന്നെ റഷ്യയുടെ തന്നെ ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥലം ന്യൂക്ലിയറും അവർ ബന്ധപ്പെട്ടും അവരുടെ ഇതുകളൊക്കെ പണ്ട് പല സാധനങ്ങളും പരീക്ഷിച്ചിരുന്നത് ആ പ്രദേശമാണ്. അതൊരു ശരിക്കും വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ ആണ്. അപ്പൊ നമ്മള് ശരിക്കും ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. കാരണം സത്യത്തിൽ നമുക്ക് കൂടി പോകാൻ സത്യം. പിന്നെ ഓരോന്ന് പിന്നീട് ആഗ്രഹത്തിനനുസരിച്ച് ഉണ്ടാക്കുകയാണ്. അത് മാത്രമല്ല വളരെ യുണീക്ക് ആയിട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോ അതിൽ ഏറ്റവും പ്രീമിയം കൂപ്പയാണ്, ഫസ്റ്റ് ക്ലാസ് കൂപ്പയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളും ഇറങ്ങുമ്പോൾ അതിന്റെ റോയൽ അവിടെ താമസവും ഇപ്പൊ ട്രെയിൻ ട്രെയിനിൽ 6 ദിവസം നമ്മൾ താമസിക്കും. ബാക്കിയുള്ള ദിവസം മുഴുവനും ഹോട്ടലുകളിൽ 6 ദിവസം മാത്രം ട്രെയിനിൽ താമസിക്കും. അത് ചിലർക്ക് ബുദ്ധിമുട്ട് തോന്നിക്കാണും പറഞ്ഞപ്പോ തുടക്കത്തിൽ, പക്ഷെ അത്രയൊന്നുമില്ല. 6 ദിവസമുള്ളൂ, ബാക്കി എല്ലാ ദിവസവും ഹോട്ടലിൽ തന്നെ. അപ്പൊ അവിടെ നിന്ന് പിന്നെ സൈബീരിയയിലേക്ക് യെക്കറ്റെരിൻബർഗിൽ നിന്നാണ് യുറാൽ പർവ്വതം നടന്ന് രാജകീയമായി മറ്റേ സൈബീരിയൻ പ്രദേശത്തേക്ക് പോകുന്നു. ആ സൈബീരിയൻ കാഴ്ചകളിൽ ആദ്യം നമ്മൾ ഇറങ്ങുന്നത് ഗേറ്റ് വേ ഓഫ് സൈബീരിയ, അതാണ് നോവോസിബിർസ്ക്. അപ്പൊ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെയാണ് നമ്മുടെ പറഞ്ഞ റഷ്യയുടെ തന്നെ ഏറ്റവും തന്ത്രപ്രദമായ സ്ഥലങ്ങളും ഒക്കെ ഉള്ളത്. നമ്മുടെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കേരളത്തിലെ യൂണിവേഴ്സിറ്റി, അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ പോലും ഇവിടുത്തെ പിള്ളേർ പോയി പഠിക്കുന്നുണ്ട്. മലയാളികൾക്ക് അല്ലാത്ത സ്ഥലമല്ലേ, മൈനസൈറ്റി ഒന്നും ഒരു വിഷയമല്ല. കാരണം ഏറ്റവും നല്ല വിദ്യാഭ്യാസമുള്ള സ്ഥലം കൂടിയാണ്, പുതിയ ഇവർക്ക് കൂടുതൽ അറിയാവുന്ന സ്ഥലം കൂടി. അങ്ങനെ ഈ സ്ഥലത്തു നിന്നാണ് ഈ യഥാർത്ഥത്തിൽ ഈ സൈബീരിയന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ കാഴ്ചകൾ. അപ്പൊ യഥാർത്ഥത്തിൽ യുറാൽ നിർമ്മാലകൾ പറയുമ്പോൾ തന്നെ അതിന്റെ ഭൂപ്രകൃതിയും മാറ്റം. ലോകത്തിൽ ഇത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഡെസ്റ്റിനേഷൻ ഇല്ല. പ്രത്യേകിച്ച് നമ്മളൊരു ട്രെയിൻ യാത്ര ഉൾപ്പെടെ ട്രെയിനും ബസ്സും എല്ലാ വിധത്തിലൊരു കോമ്പിനേഷനിലാണ് നമ്മൾ ഈ പ്രോഗ്രാം തന്നെ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെ അവിടുന്ന് അവിടെ താമസിക്കുന്നു. അവിടെ നമ്മൾ ഹോട്ടലിലാണ് നമ്മൾ താമസിക്കുന്നത്. അവിടെ നമ്മൾ അവരുടെ ട്രഡീഷണൽ അവരുടെ ബാലറ്റ് അങ്ങനെ കാണുന്നുള്ള സൗകര്യമൊക്കെ നമുക്കുണ്ട്. അതിനുശേഷമാണ് നമ്മൾ നേരെ ഇർക്കുസ്കിലേക്ക് പോകുന്നത്. ഇർക്കുസ്ക് അറിയാല, അതിനെ പറയുന്നത് പാരീസ് ഓഫ് സൈബീരിയ ആണ്. കാരണം വളരെ ഡെവലപ്ഡ് ആണ്. പക്ഷെ ആ ഇർക്കുസ്ക് എന്ന് വെച്ചാൽ ഈ സൈബീരിയയുടെ ചങ്കലായ പ്രദേശത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഇർക്കുസ്കൊക്കെ അവിടുത്തെ വളരെ പ്രസിദ്ധമാണ്. പ്രത്യേകിച്ച് അവിടുത്തെ ബേക്കാൽ ലേക്ക്, വളരെ ബേക്കാൽ ലേക്ക്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഷാരൂഖ് ഖാന്റെ പത്താൻ എന്ന സിനിമ പിടിച്ചത് ഈ ബേക്കൽ ലേക്ക്. ഈ ബേക്കൽ ലേക്ക് എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും ക്രിസ്റ്റൽ ക്ലിയർ ആയ ജലമുള്ള, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ലേക്ക്. ഏകദേശം നമ്മുടെ കേരളത്തിന്റെ വലിപ്പമുണ്ട് ഈ സാധനം. നിങ്ങൾ ഇർക്കുസ്കിനെ പറ്റിയൊക്കെയുള്ള യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുക. കോൾഡസ്റ്റ് സിറ്റി ഇൻ ദ വേൾഡ് ഒക്കെയാണ് അത്. ഈ തണുപ്പ് കാലത്ത് എത്തുമ്പോഴത്തേക്ക് അവിടുത്തെ ലൈഫ് ഇൻ ഇർക്കുസ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം വീഡിയോസ് ഉണ്ട്. സൂപ്പർ. അത് മാത്രമല്ല ഈ ട്രാൻസൈബീരിയ മുഴുവൻ പോകുന്ന ഇർക്കുസ്കിന്റെ ഈ ലേക്ക് ബേക്കാലിന്റെ സൈഡിൽ കൂടെയാണ്. യുറാൽ ലേക്ക് അല്ല, മറ്റേ ബേക്കൽ മൗണ്ടൻ നിരകള്, അതുപോലെ തന്നെ ഈ ലേക്കും, അങ്ങനെയുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യാത്രയാണ് നമ്മൾ ഈ പോകുന്നത്. ആ ഇർക്കുസ്കോട് കൂടി നമ്മൾ 4 ട്രെയിൻ നമ്മൾ കഴിയും. 4 ട്രാൻസൈബീരിയൻ വെറൈറ്റി ട്രെയിനുകൾ കഴിയും. ആ 4 വെറൈറ്റികൾ കഴിഞ്ഞ് പിന്നെ നമ്മള് ഇർക്കുസ്കിൽ ഇറങ്ങിയിട്ടുള്ള അവിടുത്തെ ലേക്കും അവിടുത്തെ കാഴ്ചകളും ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ നമ്മൾ മംഗോളിയയിലേക്ക് പോകുന്നത്. അതും ട്രെയിനിലാണ്. അതും മംഗോളിയൻ സൈബീരിയൻ ഇതാണ്, ട്രാൻസ് മംഗോളിയൻ എന്ന ട്രെയിനിലാണ് നമ്മൾ മംഗോളിയയിലേക്ക് പോകുന്നത്. ആ മംഗോളിയയിൽ നമ്മൾ കൂടുതൽ ചെലവഴിക്കുന്നത് അവിടുത്തെ മംഗോളിയന്റെ പ്രധാനം നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചെങ്കിസ് ഖാന്റെ അദ്ദേഹത്തിന്റെ ഒരു വളരെ വലിയൊരു ശില്പമുണ്ട്. അത് സ്റ്റെയിൻലെസ്സിൽ തീർത്ത ലോകത്തിലെ ഒരുപക്ഷെ ഏറ്റവും വലിയ ശില്പമായിരിക്കും. ഏകദേശം നമ്മുടെ സ്റ്റാച്യു ഓഫ്
ലിബർട്ടിയുടെ ഹൈറ്റ് ഉണ്ട് നിയർലി. അത് വലിയൊരു ഗ്രൗണ്ടിൽ ആ കൂറ്റാണ് അദ്ദേഹത്തിന്റെ സ്റ്റെയിൻലെസ് സ്റ്റാച്ചു. ഈ മംഗോളിയ ജന്മം നൽകിയ ഏറ്റവും മഹാനായ കക്ഷിയാണ് ചെങ്കിസ് ഖാൻ. അതായത് ഈ ലോകത്തിന്റെ 3/4 ഭാഗവും പിടിച്ചെടുത്ത ഒരു കക്ഷിയാണ് ആദ്യകാലത്ത്. പക്ഷേ മംഗോളിയ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള കാലാവസ്ഥയൊക്കെ ആയിട്ട് വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള സ്ഥലമായിരുന്നെങ്കിൽ അദ്ദേഹം അവിടെ നിന്നാണ് ഉയർന്നു വന്നത്. അതെ അവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം എന്ന് വെച്ചാൽ അവിടുത്തെ ഗോബി ഡെസേർട്ട് ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 1,30,000 സ്ക്വയർ കിലോമീറ്ററിലുള്ള ഗോബി ഡെസേർട്ട്. വളരെ അവിടെ നൊമാഡ്സ്, ഇന്നും മനുഷ്യരുമായി അധികം മിങ്കിൾ ചെയ്യാതെ ജീവിക്കുന്ന നൊമാഡ്സ്. അവിടെ നമുക്ക് വളരെ യൂണീക്ക് ആയിട്ടുള്ള അനിമൽസിനെ കാണാം, യൂണീക്ക് ആയിട്ടുള്ള കാണാം. പിന്നെ ഈ നൊമാഡ്സിന് ഇവിടെ ഒരു ദിവസം താമസിക്കണം. അവരുടെ ടെന്റ്, ആ ടെന്റിലാണ് നമ്മൾ ചെയ്യുന്നത്. അവരുടെ ഫുഡും വൈകുന്നേരം അവരും കൾച്ചർ ഇവന്റ്സ് ഒക്കെ ആയിട്ട്. ഈ എർത്ത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതൊക്കെ നമ്മുടെ ലണ്ടൻ യാത്ര നമ്മൾ പലതവണ നമ്മൾ അതിലേക്ക് പ്രവേശിച്ച് താമസിച്ചില്ലെങ്കിലും ഒത്തിരി കാണുക ചെയ്തു. അതായത് നമ്മൾ കാണുമ്പോഴത്തേക്കും വെറുതെ ഒരു കൂടാരം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, പക്ഷെ ഒരു തരി തണുപ്പ് പോലും അകത്ത് വരാൻ കൊടും തണുപ്പില്ല, ഒന്നും സ്റ്റീം ഇല്ലെങ്കിൽ പോലും അവരുടെ കൺസ്ട്രക്ഷൻ അങ്ങനെയാണ്. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം അഴിച്ചെടുത്ത് കുതിരപ്പുറത്ത് വെച്ച് ഇവർ അടുത്ത സ്ഥലത്തേക്ക് ഇവര് നാടോടികളായതുകൊണ്ട് ഭയങ്കര രസമാണ്. പിന്നെ കുതിരയാണ് അവിടുത്തെ യാക്ക് പോലെ. യാക്ക് നമ്മുടെ ഈ മറ്റേ ഇവിടെ കാണുന്ന ലേലൊക്കെ കാണുന്ന പോലെ 2 മുഴയുള്ള അതിനെ ആ സ്പെഷ്യൽ ടൈപ്പ് യാക്കിലാണ്. ഇപ്പോഴും അവിടുത്തെ ഒരു മംഗോളിയയിലെ ആചാരപ്രകാരം ഇപ്പോൾ ഒരു പെണ്ണിനെ നമുക്ക് കല്യാണം കഴിക്കണമെങ്കിൽ 4 നമ്മൾ വീരനാണെന്ന് തെളിയിക്കണം. അതായത് കുതിരപ്പുറത്തുള്ള അഭ്യാസമൊക്കെ കാണുക, അങ്ങനെയൊക്കെ ഇപ്പോഴും അതൊക്കെയാണ് അവിടുത്തെ ഒരു, അതാ ഞാൻ പറഞ്ഞത് ഏറ്റവും എത്തിനിസിറ്റി കാത്തു സൂക്ഷിക്കുന്ന ഭൂട്ടാൻ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അവരാണെന്നുള്ള കാര്യമാണ്. ഓക്കെ, അങ്ങനെ എല്ലാം കൊണ്ടും ട്രാൻസൈബീരിയയുടെ ഈ പറഞ്ഞ ചരിത്ര പശ്ചാത്തലവും അതുപോലെ വളരെ സിനിക് ബ്യൂട്ടിയും ഇറങ്ങിയ ഒരു യൂണിക് ഡെസ്റ്റിനേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. എനിക്കൊന്ന് മംഗോളിയ ഒന്നും കേരളത്തിൽ നിന്ന് അങ്ങനെ ആരും പോകാറില്ല, ഏജൻസികളും അങ്ങനെ ചെയ്യുന്ന സ്ഥലമല്ല. ഇതിപ്പോ നമ്മളിങ്ങനെ ഈ റൂട്ടിൽ കൂടെ വരുമ്പോ നമ്മളത് കാണുന്നു. അഡ്രാസിൽ എനിക്ക് കാണുന്നത് ഗോബി ഡെസേർട്ട് ആണ്. ആ ഗോബി ഡെസേർട്ടും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ ഒരു ദിവസം സ്റ്റേയും കൂടി എനിക്ക് കാണേണ്ടതെന്ന് പറഞ്ഞു. എനിക്ക് കാണേണ്ടത് ഗോബി ഡെസേർട്ടിന്റെ സ്റ്റേയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് ആ ലാൻഡ്സ്കേപ്പ് മറിയുന്നതും ആ ട്രെയിനും ബസ്സും കൂടെയുള്ള ആ സുന്ദരമായ ഒരു ലാൻഡാണ് ലോക പ്രശസ്തമായ, ഈ റഷ്യയെ തന്നെ ഏറ്റവും ലോക പ്രശസ്തമാക്കിയത്. അപ്പൊ എത്ര ദിവസം ഉലൻബത്താറിലുള്ളത്? ഉലൻബത്താറിൽ രണ്ട് ദിവസം നമ്മൾ ഉലൻബത്താറിൽ താമസിക്കുന്നത്. ഉലൻബത്താറിലെ കാഴ്ചകളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പിന്നീട് നമ്മൾ ഹോങ്കോങ്ങിലേക്ക് ഫ്ലൈ ചെയ്യുന്നത്. അടുത്ത ഫ്ലൈറ്റ് അത് ട്രാൻസ് മംഗോളിയൻ എയർ മംഗോളിയനിലാണ് നമ്മൾ ഈ ഹോങ്കോങ്ങിലേക്ക് എത്തുന്നത്. ഹോങ്കോങ്ങിൽ 2 ദിവസം ഹോങ്കോങ്ങിലെ മുഴുവനും കാഴ്ചകളും കഴിഞ്ഞിട്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ തിരിച്ച് നമ്മൾ ഇന്ത്യയിൽ തായ് എയർവേസിലാണ് നമ്മൾ ഇന്ത്യയിലേക്ക് വരുന്നത്, നമ്മുടെ കൊച്ചിയിലേക്ക് എത്തുന്നത്. അങ്ങനെ 14 ദിവസത്തെ പ്രോഗ്രാമാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അതിൽ 6 ദിവസം ട്രെയിന്, 6 ദിവസം ട്രെയിന്. ശരിക്കും ട്രെയിൻ ഉൾപ്പെടെയുള്ള യാത്ര 8 രാത്രി 9 ദിവസം പകലുണ്ട്. പക്ഷെ സ്റ്റേ 6 ദിവസം, ബാക്കിയുള്ള ദിവസം ഹോട്ടലുകളിലാണ്. കാരണം നമ്മൾ ട്രെയിൻ ഒറ്റ സ്ട്രെച്ചിൽ എടുത്തിട്ടല്ല, പല ട്രെയിനുകളിലെടുത്ത് അവിടുത്തെ സിറ്റികളും അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ കൾച്ചറും അവിടുത്തെ ഫുഡും ഒക്കെ എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അത് ഒരു വെറൈറ്റിയാണ്, ശരിക്കും ഒരു വലിയൊരു എക്സ്പെഡീഷൻ യാത്ര തന്നെയാണ്. കാരണം ഈ മഞ്ഞില് കാഴ്ചകൾ കുറച്ച് മഞ്ഞുള്ള സമയത്ത് പോയിട്ട് കാര്യമുള്ളൂ. മഞ്ഞ് കാണണം, ആ മലനിരകളും കാണണം. അത് കാണാതെ നമ്മൾ ഡ്രൈ സീസണിൽ പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ വെല്ലുവിളി ഏറ്റെടുത്താണ്. അത് ചുരുങ്ങിയ സീറ്റുകൾ മാത്രമേ നമ്മളത് ക്രമീകരിച്ചിട്ടുള്ളൂ. അത് ഈ ജനുവരിയിലുള്ള നമ്മൾ ബുക്കിംഗ് ക്ലോസ് ചെയ്യും. ചെന്നാൽ ഇതൊരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആദ്യത്തെ യാത്രയാണ്. അത് വലിയൊരു എക്സ്പെഡീഷൻ യാത്രയാണ്. അതിൽ പങ്കുചേരുക തന്നെ അത് വലിയൊരു സന്തോഷപ്പെടുന്ന. അതിൽ ഓൾമോസ്റ്റ് നമ്മൾ എനിക്ക് തോന്നിയ കാര്യം എന്താ, ഇതിനകത്ത് 2 എക്സ്ട്രീംസും ഉണ്ട്. അതായത് ഏറ്റവും പിന്നോക്കമുള്ള സ്ഥലങ്ങൾ തൊട്ട് ഹോങ്കോങ് പോലൊരു വമ്പൻ സിറ്റി വരെയുള്ള എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ 3 രാജ്യങ്ങളാണ്. ഹോങ്കോങ് പാർട്ട് ഓഫ് ചൈനയാണ്, റഷ്യ ഉണ്ട്, മംഗോളിയ ഉണ്ട്, 3 ഉണ്ട്. പിന്നെ കൂടാതെ ട്രാൻസൈബീരിയൻ ട്രെയിൻ സഞ്ചരിച്ചു എന്ന് പറയുന്നത് ഞാനൊക്കെ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. 14 ദിവസം ആലോചിച്ചാൽ ഞാനൊക്കെ പലപ്പോഴും പോകാതിരുന്നു. പക്ഷെ ഇതിപ്പോ ഇങ്ങനെ മുറിച്ച് പോവുകയാണെങ്കിൽ ആ ഒരു, അത് മാത്രമല്ല നമുക്കത് അതൊരു യുണീക് എക്സ്പീരിയൻസ് ത്രൂ ഔട്ട് ട്രെയിനും യാത്രയും മാത്രമല്ല. ട്രെയിനും ഉണ്ട്, വെറൈറ്റി ട്രെയിനുകളുണ്ട്, മംഗോളിയയുടെ ലാൻഡ്സ്കേപ്പ് ഈ സൈബീരിയന്റെ എല്ലാ ലാൻഡ്സ്കേപ്പുകളുണ്ട്, അതും ചരിത്രമുണ്ട്, എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫുൾ പ്രോഗ്രാമാണ് നമ്മൾ ചെയ്തത്. അത് കുറച്ച് സീറ്റുകളേ ഉള്ളൂ, കാരണം നമ്മൾ ആദ്യത്തെ യാത്ര ആയതുകൊണ്ട് അധികം പരിമിതമായ സീറ്റുകളെ നമ്മൾ എടുത്തുള്ളൂ. കാരണം ഇതൊരു യൂണിക് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട്. അപ്പൊ 2 തരത്തിലുള്ള ആൾക്കാർക്കും പോകാം, ചരിത്രം ഇഷ്ടപ്പെടുന്നവർക്ക് പോകാം, പിന്നെ ഇപ്പൊ ഹോങ്കോങ് പോലെ അടിച്ചുപൊളി ഒരു ഡെസ്റ്റിനേഷൻ. ഇതിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് സൈബീരിയ, അതുപോലെ തന്നെ ഗോബി ഡെസേർട്ടും. മറ്റേത് മറ്റേ ഹോങ്കോങ് ഒക്കെ അധികം ആളുകൾ പോകുന്നതാണ്. അപ്പൊ ഈ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ധീരരായിട്ടും ഇത്തിരി യൂണീക്ക് ഡെസ്റ്റിനേഷൻ കാണുന്ന വിധത്തിലുള്ള മലയാളികളെയാണ് നമ്മൾ ഇതിലേക്ക് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഏപ്രിൽ 2-നാണ്
ഏപ്രിൽ 2-നാണ് യാത്ര പുറപ്പെടുന്നത്. അപ്പൊ ഇതിനകത്ത് വിസകൾ വേണ്ട ഏതൊക്കെ വരുന്നു? വിസകൾ ഒന്ന് റഷ്യനും അതുപോലെ തന്നെ മംഗോളിയനുമാണ്. മംഗോളിയൻ കിട്ടാൻ ബുദ്ധിമുട്ടില്ല, റഷ്യൻ കുറച്ച് വിസയുടെ സമയമല്ല. ഹോങ്കോങ് ഓൺ അറൈവലാണ്. ഇതെന്ന് വെച്ചാൽ ഇത് വളരെ ഹൈ ഡിമാൻഡ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വളരെ ഹൈ ഡിമാൻഡാണ്. വേൾഡ് വൈഡ് ആളുകൾ ഇഷ്ടപ്പെടുന്ന വലിയൊരു ഡെസ്റ്റിനേഷനാണ് ഈ പറഞ്ഞ. അത് ഞാൻ പറഞ്ഞ ഒരു എഞ്ചിനീയറിംഗ് മാർവലും അതുപോലെ തന്നെ അനവധി വലിയ സഞ്ചാരികളെ നമുക്ക് പരിചയപ്പെടാനും അവരുടെ കൂടെ 8-9 ദിവസം ചെലവഴിക്കാനും അവരുടെ കൂടെ ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്യാനുമുള്ള ഒരു വലിയൊരു അവസരം കൂടിയാണ്. അതൊരു റയർ ഓപ്പർച്യൂണിറ്റിയാണ് മലയാളികൾക്ക് നമുക്ക് ഇങ്ങനെയുള്ള അവസരത്തിലൂടെ കിട്ടുന്നത്. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. നമ്മുടെ ഇവിടെ തന്നെ ചുരുക്കം ആളുകൾ മാത്രമേ ട്രാൻസ് സൈബീരിയനിലേക്ക് യാത്ര പോയിട്ടുള്ളൂ. അതും വൈകുന്ന ഡ്രൈ സീസണിലാണ്. അപ്പൊ ഇതിനകത്ത് ഈ മാരകമായ തണുപ്പുള്ള സ്ഥലങ്ങളുണ്ടോ? ഇല്ല, ആകെ ഇർക്കുസ്കും ഓസുബിക്സും അധികം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഒരു +2-3 മാക്സിമം 5, രാത്രിയാണെങ്കിൽ 5 വരെ വേണമെങ്കിൽ വരാം. പക്ഷെ പകൽ സമയത്ത് അത്രയ്ക്കും വരില്ല. കാരണം നമ്മള് മഞ്ഞ് കാണുകയും വേണം, ആളുകൾക്ക് ടോളറേറ്റ് ചെയ്യണം, വെതറും വേണം. ശരിക്കും ടോളറേറ്റ് ചെയ്യുന്ന ആളുകൾ ഇറങ്ങി ഓടും. കാരണം -above 50 ആണ് ശരിക്കുള്ള മൈനസ്. അപ്പൊ അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തത്. ഇതൊരു ടെസ്റ്റ് ഡോസ് ആണ് ഇത് മലയാളിക്ക്. അത് മാത്രമല്ല, ഇപ്പൊ അന്റാർട്ടിക്ക ഞങ്ങൾ സീരിയസ്. അന്റാർട്ടിക്ക ഞങ്ങൾ ഇറങ്ങി. അന്റാർട്ടിക്ക കണ്ട സമയത്ത് അന്റാർട്ടിക്കയിലേക്ക് ലാൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് എല്ലാവർക്കും ഭയമായിരുന്നു. ഭയങ്കര തണുപ്പാണ്. യഥാർത്ഥത്തിൽ അവിടെ ഒരു തണുപ്പൊന്നുമില്ല. ഞങ്ങൾ ഇറങ്ങിയ സമയത്തൊക്കെ ഒരു -1, -2 ഉള്ളൂ. പക്ഷെ അത് ഭീകരമായി അവതരിപ്പിക്കുന്ന സാഹചര്യങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ പോകുന്നത് ഈ ഡിസംബർ മുതൽ മറ്റേ ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി വരെയുള്ള സമയത്താണ്. അത് അവിടുത്തെ സ്പ്രിംഗ് ആണ്. അത് അത്ര ഭീകരമായിട്ടില്ല. നമുക്ക് പോകേണ്ട ഒരു ദിവസം ഭീകരമായ അവസ്ഥയിലാണ് ഒന്നല്ല. അല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മള് നോർത്ത് പോളിൽ പോയപ്പോ നല്ല തണുപ്പുണ്ട്. അത് വെച്ച് നോക്കിയാൽ അന്റാർട്ടിക്ക നോർത്ത് പോളിൽ നമ്മള് അവിടെ ഇവിടെ അന്റാർട്ടിക്ക ഒന്നുമില്ല. അത് ഭയങ്കര ഭീകരപ്പെടുത്തുന്നതാണ്. സത്യത്തില് തന്നെ ആളുകൾ മലയാളികൾ മുഴുവൻ പേടിപ്പിച്ചു വെച്ചിരിക്കുക. ഇതൊക്കെ ഭയങ്കരമാണ്, പോകരുത്, ബുദ്ധിമുട്ടാണെന്നുള്ളത്. ഒന്നുമല്ല. ഇപ്പൊ നമ്മുടെ അമേരിക്ക, നമ്മുടെ വിസ ഉള്ള ഇത് ഭയങ്കര അമേരിക്ക. യഥാർത്ഥത്തിൽ ഇപ്പൊ നമ്മുടെ വീഡിയോട് കൂടി അമേരിക്ക വിസ എല്ലാവരും അമേരിക്ക അപ്ലൈ തുടങ്ങി. അത് വലിയ മാറ്റം. ഇതും അങ്ങനെ തന്നെ. അതുമാതിരി ലോകത്തിലെ സ്വപ്നങ്ങൾ ഞങ്ങളിപ്പോ അറോറ പറയുന്നു. ഭയങ്കര ബുദ്ധിമുട്ട്, തണുപ്പാണ്. സത്യത്തിൽ മലയാളികൾ ഇതൊക്കെ കാണാൻ ഈ തണുപ്പെന്ന് പേടിപ്പിച്ചിട്ട് ആരും പോയി കാണുന്നില്ല. അതുപോലെ തന്നെ ഇങ്ങനെയുള്ളത് അന്റാർട്ടിക്ക ഭയങ്കര തണുപ്പാണ്. ഒരു തണുപ്പില്ല. അത് ചുമ്മാ ആളുകൾ പറഞ്ഞു. നമ്മൾ പോകുന്ന സീസൺ എന്ന് പറയുന്നത് മോഡറേറ്റ് തണുപ്പുള്ള സമയം മാത്രമാണ്. തന്നെയല്ല, എനിക്ക് തോന്നിക്കാൻ നമ്മൾ തണുപ്പെന്നുള്ള സമയത്ത് നല്ല തണുപ്പിനെ പ്രതിരോധിക്കുന്ന ഡ്രസ്സൊക്കെ പിന്നെ ഒരു തണുപ്പില്ല. അതൊന്നല്ല. ഈ ഇപ്പൊ അന്റാർട്ടിക്ക സമയം എന്ന് വെച്ചാൽ മറ്റുള്ള കൊടും തണുപ്പിന്റെ സമയത്ത് അവിടെ കൂരിയിട്ടാണ്. ആകെ ലൈറ്റ് ഉള്ളത് ഈ 3 മാസമാണ്. അത് മോഡറേറ്റ് മാത്രം. ഈ സൈബീരിയ തന്നെ. സൈബീരിയ ഏറ്റവും കൂടുതൽ ആളെ സഞ്ചാരി പോകുന്ന ഡ്രൈ സീസണിലാണ്. നമുക്ക് പോയിട്ട് എന്താ കാര്യം? നമുക്ക് മഞ്ഞ് കാണണം, ലാൻഡ്സ്കേപ്പുകൾ കാണണം, വിവിധങ്ങളായ ഇതുകളൊക്കെ കാണണം. അത് ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് നമ്മൾ ഈ യാത്ര സംഘടിപ്പിച്ചത്. ഇനിയിപ്പോ എന്താണ് ഇതിന് ശേഷം വളരെ എക്സോട്ടിക് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ഞാൻ പറയാം, മലയാളികൾ വെടിക്കെട്ടുകൾ കാണാൻ പോകുന്നുള്ളൂ. ഇതിപ്പോ രാജ്യം പോരാത്ത അവസ്ഥയായി ശരിക്കും പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയാൽ ലോകം വേൾഡ് സ്മോൾ എന്നുള്ള വാക്ക് വളരെ ശരിയാണ്. കാരണം ലോകത്തിലെ ഒരുപാട് ഇതുകൾ സത്യത്തില് നമ്മൾ ഇതൊന്നും മലയാളികൾ ഇപ്പൊ യാത്രയുടെ പുതിയ ഡെസ്റ്റിനേഷൻസും യൂണിക്നെസ്സും മലയാളികൾ ഇപ്പൊ കണ്ടു തുടങ്ങുള്ളൂ. ഇതുവരെ വെറും യാത്ര എന്നത് ബിസിനസ് മാത്രമാണ്. യാത്ര എന്നൊരു പാഷനും അതിനെ യാത്രയെ ജനകീയമാക്കിയതിനും വളരെ നിർണായകമായ പങ്ക് നമുക്കുണ്ട്. കാരണം അത് നമ്മൾ ആദ്യമായിട്ട് വിക്ടോറിയ ഫോൾസ് പോയത്, അനവധി യാത്ര, മുർമാൻസ്ക് പോയത്, വിക്ടോറിയ ഫോൾസ് പോയത്, അതുമാതിരി ഇപ്പൊ ആമസോൺ കാടുകൾ, ആമസോൺ, മനാസ്, അതൊക്കെ പോയതും ഇതൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൊടുക്കാനും നമുക്ക് സാധിക്കും. അപ്പൊ നമ്മൾ പലപ്പോഴും ഇപ്പൊ ആമസോൺ എന്ന് പറഞ്ഞ് പോകുന്ന സ്ഥിരം സ്ഥലത്തല്ല ബെന്നിയുടെ ടൂറിൽ നമ്മൾ പോയത്. അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങൾ ഈ പറഞ്ഞ ഡെസ്റ്റിനേഷൻസിന്റെ കാര്യത്തിൽ വരുന്നുണ്ട്. ഈ ആമസോണിനെ കുറിച്ച് പറയാൻ നമ്മൾ മാത്രമേ യഥാർത്ഥത്തിൽ ഈ നീഗ്രോ റിവറും സാലിമോസ് റിവറുള്ള മെർജിങ് ആണ്. ബാക്കിയുള്ളവർ അവിടെ നിന്ന് 1000 കിലോമീറ്റർ അപ്പുറമാണ് മലയാളികൾ. അതൊക്കെ നമ്മുടെ വീഡിയോ വരുന്നുണ്ട്. 2 റിവറുകൾ ഇങ്ങനെ യോജിക്കുന്നു ആമസോൺ നദിയായിട്ട് മാറുന്നതിന് മുമ്പ്. എന്നിട്ട് അത് തമ്മിൽ ഒരിക്കലും കലരുന്നില്ല. ഒന്ന് മഞ്ഞ നിറത്തിലും ഒന്ന് സാധാരണ വെള്ളത്തിന്റെ നിറത്തിലും ബ്ലാക്ക് നിറത്തിലും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അത് 44 കിലോമീറ്റർ തമ്മിൽ മിങ്കിൾ ചെയ്യാതെ ഒഴുകിയിട്ടാണ് പിന്നെ കുറേശ്ശെ മിങ്കിൾ ചെയ്ത് പിന്നെ അത് അറ്റ്ലാന്റിക് ഓഷ്യനിൽ. അതൊരു കിടിലൻ കാഴ്ചയായിരുന്നു. പിന്നെ എനിക്ക് ബ്രസീലിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തിരി ചൂടുണ്ടായിരുന്നു എനിക്ക് തോന്നി. അതാണ് ആ ഒരു ബുദ്ധിമുട്ട് തോന്നിയത്. കുറച്ച് നമ്മുടെ നാട്ടിലെ ചൂട് ഇത്തിരി ചൂടുണ്ട്. പക്ഷെ റയോയില് ഈ പറഞ്ഞ പോലെ അവിടുത്തെ കോപ്പക്കബാന ബീച്ച് എന്നൊക്കെ പറയുന്ന ഒരു
ഒരു സംഭവമാണ്. ഒരു ബീച്ചിൽ 1,00,000 പേര് തുണിയില്ല കിടക്കാൻ തന്നെ പറയാം കേട്ടോ. ആ രീതി അത് ഭയങ്കര ഡെസ്റ്റിനേഷൻ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ബീച്ചുകളൊക്കെ എത്ര അവരുടെ ബീച്ച് എന്ന് പറഞ്ഞാൽ അവരുടെ എന്താ പറയാ ചങ്കാണ്. അത് മാത്രമല്ല ലോകത്തിലെ എല്ലാ ഫുട്ബോൾ കളിക്കാരും കളി പഠിച്ചു വന്നത് ഈ ബീച്ച് അവിടെയാണ്. നമ്മൾ 4 മണി, ഞാൻ ഒരു ദിവസം രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് നടക്കാൻ ഇറങ്ങുമ്പോൾ ഫുള്ളാണ് ബീച്ച്. എന്ന് വെച്ചാൽ അവിടെ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് ആ സമയത്ത്. ഫുൾ ആൾക്കാർ, എല്ലാ ആക്ടിവിറ്റീസും എല്ലാവരും ഒത്തുകൂടുന്നു. അതൊക്കെ ഒരു അനുഭവമായിരുന്നു കേട്ടോ. അത്തരം കൾച്ചർ, അത്തരം സാംസ്കാരികമായ സംഭവങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും യാത്ര ചെയ്തേ പറ്റൂ. അതിലേറ്റവും പ്രധാനപ്പെട്ട യാത്രകളൊന്നാണ് ഇപ്പോൾ ബെന്നി പറഞ്ഞ ഈ ട്രാൻസ് സൈബീരിയ, മംഗോളിയ, ഹോങ്കോങ് ഉൾപ്പെടുന്ന ഈ ഒരു യാത്ര. അപ്പൊ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നമ്പർ കൊടുക്കാം, വിളിച്ചു ചോദിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഈ എക്സ്പെഡിഷൻ യാത്രയിൽ അതെ ജോയിൻ ചെയ്യുക. അപ്പം എന്തായാലും ബെന്നിയുണ്ട്. പിന്നെ ഈ യാത്രയിൽ കൂടെ ഉള്ളതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ചരിത്രമൊക്കെ പറഞ്ഞുതരാൻ ആളുണ്ട്. എല്ലാം പഠിച്ച് പാസ്സായിട്ടിരിക്കുകയാണ്, ഒരു സംശയമില്ല അത്തരം കാര്യങ്ങളിൽ. അപ്പോൾ എന്തായാലും ബെന്നി, അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ ദ വേലാർ. അതന്നെ യാത്രയുടെ കാര്യം അല്ല പറഞ്ഞോണ്ട്, നമ്മുടെ കാര്യത്തിൽ വണ്ടിയാണല്ലോ. അപ്പൊ കിടക്കുന്നുണ്ടല്ലേ അതാ മനോഹരമായ ഉഗ്രൻ സാധനം വേലാർ. അത് ബ്ലാക്ക് എടുത്തതും വളരെ നന്നായിട്ടോ. എല്ലാത്തിലും ബൈജേട്ടന്റെ എക്സ്പീരിയൻസ് ആണ് ഇതിലേക്ക് നമ്മൾ എത്തിച്ചത്. അപ്പൊ ട്രാൻസ് സൈബീരിയൻ യാത്രയ്ക്ക് എല്ലാ ആശംസകളും. ഓക്കെ, താങ്ക് യു.